3 ദിവസമായി പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒളിവിൽ കഴിയുകയായിരുന്ന അർജുൻ ആയങ്കി അറസ്റ്റിലായി. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിലുള്ള അഭിഭാഷകന്റെ ഫ്ളാറ്റിൽ നിന്നാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് ആയങ്കി ഈ ഫ്ളാറ്റിലേക്ക് എത്തിയത് എന്നാണ് കരുതുന്നത്. അർജുൻ യാത്ര ചെയ്ത ഒരു ഓട്ടോറിക്ഷയിലെ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലാണ് പ്രതിയെ കൊടുക്കാൻ പോലീസിനെ സഹായിച്ചത്. തന്റെ വാഹനത്തിൽ യാത്ര ചെയ്ത് അർജുൻ ആയങ്കിയാണെന്ന് സംശയം തോന്നിയ ഡ്രൈവർ ഉടനെ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ എല്ലാം പരിശോധിച്ച് ഇയാളുടെ ഓട്ടോയിൽ യാത്ര ചെയ്തത് അർജുൻ ആയങ്കി തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തി ഇയാളെ പിടികൂടിയത്. രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പ്രതി തികച്ചും ശാന്തനായി പത്രം വായിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് എല്ലാവരും കണ്ടത്. ഇതിനിടെ മൈക്ക് നീട്ടിയ മാധ്യമങ്ങളോട് കടലിൽ കാണാതെ പോയവരെ കിട്ടിയോ എന്നാണ് അർജുൻ ചോദിച്ചത്. കേസ് അന്വേഷിക്കുന്ന എറണാകുളം പോലീസ് സംഘം കണ്ണൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുന്നതോടെ പ്രതിയുടെ കൈമാറ്റ നടപടികളെല്ലാം പൂർത്തിയാകും. താൻ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചിട്ടില്ലെന്നും കോതമംഗലം SHO ആണ് തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്നും കാണിച്ച് അർജുൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. നീതി നിഷേധിക്കപ്പെട്ടപ്പോഴാണ് താൻ പ്രതികരിച്ചതെന്നും ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കോതമംഗലം കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം പോലീസ് ഉദ്യോഗസ്ഥരെയും സർക്കാരിന്റെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചതാണ് ആയങ്കിക്കെതിരായ തിരച്ചിൽ ഊർജിതമാക്കാൻ കാരണം. സ്വർണ്ണക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഇയാളുടെ പേരിൽ നിലവിലുണ്ട്. ഇപ്പോൾ അർജുനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർക്കായുള്ള അന്വേഷണവും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. പിടിയിലാകുന്നതിന് മുന്നേ അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ഏറെ ശ്രദ്ധ നേടി. കണ്ണൂരിലെ CPM നേതാവ് MV ജയരാജനോടായിരുന്നു ആ പോസ്റ്റിലൂടെ അർജുൻ പ്രതികരിച്ചത്. മറ്റെല്ലാവർക്കും തിരുത്താനും നവീകരിക്കാനും തിരിച്ചു വരാനുമുള്ള അവസരങ്ങളുണ്ട്. അർജുൻ ആയങ്കി ശത്രുക്കളെക്കാൾ വലിയ ശത്രുവാണെന്ന പോലെ എന്നെ വെടിവെച്ച് കൊന്നാൽ സന്തോഷമേയുള്ളൂ, അത് താൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയ MV ജയരാജൻ സഖാവിനോടാണ് പറയുന്നത്. എനിക്ക് അയിത്തം കൽപ്പിക്കുന്നതിന് മുൻപ്, നിങ്ങൾ തള്ളിപ്പറയുന്നതിന് മുൻപ് ഞാൻ ഈ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. 5 കിലോമീറ്റർ അപ്പുറത്തൊരു സഖാവിന് കുത്തേൽക്കുമ്പോൾ രക്തം തിളച്ച് തിരിച്ചടിക്കാൻ വേണ്ടി സ്വന്തം ജീവനും ജീവിതവും മറന്ന് തിരിച്ചടിച്ചതിന്റെ ഭാഗമായി ഞാൻ ജയിലിൽ കിടന്നിട്ടുമുണ്ട്. ഈ പാർട്ടിയുടെ പ്രതിസന്ധികളിലെല്ലാം പേന ഉന്തിയതിനും പ്രതികരിച്ചതിനും കൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ കള്ളക്കേസിൽ ജയിലിൽ അടക്കപ്പെട്ടത്. മയിലൊരു സഖാക്കളെ ആക്രമിച്ചിരുന്ന കോൺഗ്രസ് ക്രിമിനലിനെ പോലീസിന്റെ അടി കിട്ടിയപ്പോൾ അയാളെ വീട്ടിൽ പോയി കണ്ട് ആശ്വസിപ്പിച്ചതിന്റെ 1% പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പിന്തുണ വേണ്ട, പിന്നിൽ നിന്നും കുത്തരുത്. ഇതാണ് അർജുൻ ആയങ്കി ആ പോസ്റ്റിലൂടെ MV ജയരാജനോട് പറയുന്നത്. ഇത് പാർട്ടിയുടെ സ്ഥിരം ശൈലിയാണ്. എന്തെങ്കിലും ചെറിയ കേസിൽ യുവാക്കൾ ആവേശത്തോടെ മുന്നിൽ കയറി നിൽക്കുമ്പോൾ തീപ്പൊരി പിള്ളേർ, പാർട്ടിയുടെ കടന്നലുകൾ എന്നൊക്കെ അവരെ വിശേഷിപ്പിക്കും. പിന്നെ കേസും കോടതിയും ഒക്കെ ആകുമ്പോൾ പാർട്ടിയുടെ ഗുണ്ടകൾ എന്ന പേരാണ് കിട്ടുന്നത്. വീണ്ടും കേസുകൾ വരുമ്പോൾ ഇയാളെ പാർട്ടിക്ക് അറിയില്ല, പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യും. ഇതാണ് നമ്മൾ സ്ഥിരം കാണുന്ന പരിപാടി. നേതാക്കൾ എന്ന് പറയുന്നവരുടെ വാക്കും കേട്ട് ഓരോന്നിനും ഇറങ്ങിത്തിരിക്കുന്ന പരിപാടി ചെറുപ്പക്കാർ എല്ലാവരും നിർത്തിയാൽ ഈ പാർട്ടിയിൽ നേതാക്കളുടെ എണ്ണം കുറഞ്ഞു വരും. തല്ലിച്ചും കൊല്ലിച്ചും നേതാവായവരാണ് കണ്ണൂരിലെ പലരും. യുവാക്കൾ ഈ ആവേശം ഒന്ന് കുറച്ചാൽ പിന്നെ ജയരാജനെ പോലുള്ള നേതാക്കൾ ഉയർന്നു വരില്ല. വേണ്ട സമയത്ത് അക്രമങ്ങൾ എല്ലാം ചെയ്യിക്കുക, കാലം കഴിയുമ്പോൾ അവരെ തള്ളിപ്പറയുക. അതാണ് MV ഗോവിന്ദനും MV ജയരാജനും ഒക്കെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്.